നമസ്കാരം. ഇറാൻ പിടിമുറുക്കി, ട്രംപിന് മൗനം, പരമാധികാരം ഇറാന് നൽകും. ഹോർമൂസിൽ പൂർണ്ണ നിയന്ത്രണം ഇറാന് നൽകണം. ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം ട്രംപ്. യുറേനിയം സമ്പുഷ്ടീകരണം അനുവദിക്കണം. സകല ഉപരോധവും പിൻവലിക്കണം. കൂടാതെ ആണവ പരിപാടിക്കെതിരായിട്ടുള്ള പ്രമേയം പിൻവലിച്ചേ അടങ്ങൂ. ഇങ്ങനെ ഇറാന്റെ 10 സമാധാന പദ്ധതി. ഈ പദ്ധതിയൊക്കെ ട്രംപിസത്തിന് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് ലോകം ചിന്തിക്കുമ്പോഴും ട്രംപ് ഇതെല്ലാം അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ലോകത്തെ മുൾമുനയിൽ നിർത്തിയ US ഇറാൻ സൈനിക സംഘർഷത്തിന് അയവ് വരുത്തുവാനായിട്ട് ഇറാൻ സമർപ്പിച്ച 10 സമാധാന പദ്ധതി ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ടെഹ്റാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ കേവലം ഒരു വെടിനിർത്തൽ കരാറിനപ്പുറം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സ്വാധീനത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നവയാണ്. ട്രംപിന്റെ അങ്ങേയറ്റത്തെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടിയായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പരസ്പരം ആക്രമിക്കില്ല എന്ന ഉറപ്പാണ് ഇറാന്റെ പദ്ധതിയിലെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വ്യവസ്ഥ. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും തങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാതെ ചർച്ചകൾക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെ ആയിരിക്കണം എന്ന വ്യവസ്ഥയാണ് രണ്ടാമത്തേത്. ലോകത്തിലെ എണ്ണ നീക്കത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ജലപാത തങ്ങളുടെ അധികാരപരിധിയിലാണ് എന്ന് ഉറപ്പിക്കുവാൻ ഇറാൻ ആഗ്രഹിക്കുന്നു. നിലവിൽ അമേരിക്കൻ നാവികസേന ഉയർത്തുന്ന ഭീഷണികൾ ഒഴിവാക്കി മേഖലയിലെ ഏകപക്ഷീയമായിട്ടുള്ള അധികാരം കൈക്കലാക്കുക എന്ന തന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം അംഗീകരിക്കണമെന്നത് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കുവാൻ കഴിയാത്ത ഒന്നാണ്. ആണവായുധ നിർമ്മാണത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ട് അണുബോർജ്യം ഉപയോഗിക്കുവാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അതിലൊരു വിട്ടുവീഴ്ചയില്ല എന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇറാന് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്രാഥമിക ഉപരോധങ്ങളും പിൻവലിക്കണമെന്നതാണ് 4ാമത്തെയും 5ാമത്തെയും പോയിന്റുകൾ. അമേരിക്ക നേരിട്ട് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും മറ്റു രാജ്യങ്ങളെ ഇറാനുമായിട്ട് വ്യാപാരം നടത്തുന്നതിൽ നിന്ന് തടയുന്ന സെക്കൻഡറി ഉപരോധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന ഇറാന് ശ്വാസം വിടാൻ ഈ ഉപരോധങ്ങൾ നീക്കേണ്ടത് അല്ലെങ്കിൽ നീക്കി മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ബോർഡ് ഓഫ് ഗവർണേഴ്സും പാസ്സാക്കിയിട്ടുള്ള എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കണമെന്ന ആവശ്യവും 10 പദ്ധതിയിലുണ്ട്. ഇറാന്റെ ആണവ പരിപാടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഇറാന്റെ വിദേശ ഇടപാടുകൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം തിരികെ ലഭിക്കും. യുദ്ധം മൂലം ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് അമേരിക്ക നഷ്ടപരിഹാരം നൽകണമെന്ന കടുത്ത നിർദ്ദേശമാണ് 8ാമതായി അവർ ഉന്നയിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കും എണ്ണ വ്യവസായത്തിനും സംഭവിച്ച തകർച്ച പരിഹരിക്കുവാൻ വലിയൊരു തുക അമേരിക്ക നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനമായി കാണുന്നതുമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണത്. മേഖലയിൽ നിന്നുള്ള US സൈനിക പിന്മാറ്റം എന്ന 9ാമത്തെ ആവശ്യം പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ ആകെ മാറ്റുന്ന ഒന്നാണ്. ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന ഇറാനിയൻ നിലപാടിന്റെ തുടർച്ചയാണിത്. യുദ്ധം എല്ലാ മുന്നണികളിലും അവസാനിപ്പിക്കണമെന്നതാണ് അവസാനത്തെ വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ലെബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സംഘർഷങ്ങളും ഉൾപ്പെടുന്നു. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തങ്ങളുടെ സഖ്യശക്തികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ മേഖലയിലെ തന്റെ സ്വാധീന ശക്തികളെ സംരക്ഷിക്കുവാൻ ടെഹ്റാൻ ശ്രമിക്കുന്നു കൂടിയുണ്ട്. ഇത്ര കടുത്ത വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടും ട്രംപ് ഇതിനെ ചർച്ചകൾക്ക് വഴി തുറക്കുന്ന നിർദ്ദേശം എന്ന് വിളിച്ചത് ആശ്ചര്യകരമാണ്. കാരണം തോറ്റു പിന്മാറുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വഴങ്ങിക്കൊടുക്കുന്നതാണ് എന്ന് ട്രംപിന് തോന്നിക്കാണും. ഇറാന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കില്ലെങ്കിലും ചർച്ചകൾക്ക് ഒരു തുടക്കം എന്ന നിലയിൽ ഇതിനെ വൈറ്റ് ഹൗസ് കാണുന്നു. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലയളവിൽ ഈ 10 പദ്ധതിയിലെ ഓരോ പോയിന്റും ഇഴകേറി പരിശോധിക്കപ്പെടും. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒന്നായിരിക്കും. ചൈനയുടെയും പാകിസ്ഥാന്റെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചർച്ചകളിൽ ട്രംപിന്റെ നയതന്ത്ര പ്രതിനിധികളും ഇറാന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥരും നേർക്കുനേർ വരും. ലോകമെമ്പാടുമുള്ള എണ്ണ വിപണിയും ഓഹരി വിപണിയും ഈ ചർച്ചകളുടെ ഓരോ ചലനവും ഉറ്റുനോക്കുകയാണ്. യുദ്ധം താൽക്കാലികമായി നിലച്ചുവെങ്കിലും ഇറാന്റെ ഈ ആവശ്യങ്ങൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു അധികാര സന്തുലിതാവസ്ഥയ്ക്ക് വഴിയൊരുക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അമേരിക്കയ്ക്ക് തങ്ങളുടെ താല്പര്യങ്ങൾ എത്രത്തോളം ബലികഴിക്കാൻ കഴിയുമെന്നതും ഇറാൻ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുമെന്നതുമാണ് വരും ദിവസങ്ങളിലെ പ്രധാന ചോദ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. സമാധാനത്തിലേക്കുള്ള പാത ഇനിയും വെല്ലുവിളികൾ നിറഞ്ഞതാണ് എങ്കിലും ഈ 10 പദ്ധതി നയതന്ത്ര ചർച്ചകൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ
അവിടെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറാൻ മുന്നോട്ട് വെച്ച 10 ദിന പരിപാടികളിലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പലതുണ്ടായിട്ടും എല്ലാം ചർച്ചകൾക്ക് വിധേയമാണ് എന്ന് പറഞ്ഞ ട്രംപിന്റെ മൗനമുണ്ടല്ലോ, അത് ഇറാൻ പിടിമുറുക്കി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. പരമാധികാരം, ഹോർമുസിന്റെ അടക്കമുള്ള പരമാധികാരം ഇറാന് വിട്ടു നൽകേണ്ടി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ട്രംപിന് മൗനം പാലിച്ചേ മതിയാകൂ. അമേരിക്കയ്ക്ക് തോൽവി സമ്മതിച്ച് മടങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.